കുറച്ച് ചെടിയാണെങ്കിലും അതിൽ 2 പൂവൊക്കെ വരുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഈ ചെടികളുടെ ഒന്നും പേരെനിക്കറിയില്ലെങ്കിലും ജമന്തി ഇത് മാത്രം അറിയാം. ബാക്കി ഒരു 3-4 ചെടിയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ലെങ്കിലും പൂവൊക്കെ എന്നും വരുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ കറിയും രസവും ചോറുമാണ് ഉണ്ടാക്കിയത്. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ബാൽക്കണി വ്യൂ ഇതാണ് കേട്ടോ. അപ്പുറത്ത് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ എന്നും ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് മോൻ സ്കൂളിൽ പോകുന്ന ദിവസം അവൻ തന്നെ കഴിച്ചോളും. എനിക്ക് വാരി കൊടുക്കാൻ അപ്പോൾ പറ്റില്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴായാലും അവർക്ക് 2 പേർക്ക് ഞാൻ ഫുഡ് ഒരുമിച്ചാണ് വാരി കൊടുക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറും രസവും ചിക്കൻ കറിയൊക്കെ കൊണ്ടുവന്ന് 2 പേർക്കും മറ്റേ അറയുള്ള പാത്രം ഉണ്ടല്ലോ, ആ പാത്രമാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതിൽ ഞാൻ കൂട്ടാനൊക്കെ എടുത്ത് വെച്ചിട്ട് കുട്ടികൾക്ക് 2 പേർക്കും ഒരുമിച്ച് വാരി കൊടുക്കും. ഇതെന്നും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നും 2 പേർക്കും ഒരുമിച്ച് വാരിയും കൊടുക്കും. അപ്പോൾ അവർ കഴിക്കും. ഇതിൽ മോൾക്ക് ഫുഡ് കൊടുക്കാനാണ് കുറച്ച് പാട്. പക്ഷേ മോനും മോൾക്കും ഒരുമിച്ച് കൊടുക്കുമ്പോൾ അവളങ്ങ് പെട്ടെന്ന് കഴിച്ചോളും. അതെനിക്ക് എളുപ്പമാണ്. അപ്പോൾ അത് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം കാണിക്കുകയാണ്. രസവും ചിക്കൻ കറിയും ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ മോന് വേറെ ഒന്നും വേണ്ട. അവന് ഭയങ്കര ഇഷ്ടമാണ് ആ കോമ്പിനേഷൻ, രസവും ചിക്കൻ കറിയും ചോറും. പിന്നെ അവന് കറികളിൽ ഏറ്റവും ഇഷ്ടം രസമാണ്. രസം ഉണ്ടെങ്കിൽ അവന് പിന്നെ വേറെ ഒന്നും വേണ്ട, അവൻ കഴിച്ചു എന്ന് പറഞ്ഞ് ഞാൻ വേറെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ ഇതുപോലെ വിലയിൽ കൊടുക്കുന്നുണ്ട്. എല്ലാം അങ്ങ് കഴിച്ചോളും. ചില ഈ വെജിറ്റബിൾസ് കഴിക്കാൻ കുറച്ച് മടിയാണെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അങ്ങ് കഴിച്ചോളും. ഞാൻ വാരി കൊടുക്കുമ്പോൾ എല്ലാം അങ്ങ് കഴിച്ചോളും. 2 പേരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അവർക്ക് 2 പേർക്കും ചോറ് കൊടുത്തതിന് ശേഷം ചേട്ടനിപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. അപ്പം ഞാനും ചേട്ടനും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇവർക്ക് ഫുഡ് കൊടുക്കാൻ ഇരിക്കുമ്പോൾ തന്നെ കുറേ നേരം അങ്ങ് പോകും കേട്ടോ. കുറേ നേരം ഞാൻ അവിടെ ഇരിക്കും. 2 പേർക്കും ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും ചേട്ടനും നമ്മളും ഫുഡൊക്കെ കഴിച്ചു. വീടൊക്കെ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് സന്ധ്യയായി. സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ചു. മോള് പോയി തൊഴയാണ്. അവൾക്ക് ഇങ്ങനെ തന്നെ ഇരുന്ന് ഒറ്റയ്ക്ക് വിളക്ക് കത്തിക്കണം, അങ്ങനെയൊക്കെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.